വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാകും, നല്ലവരായ ആളുകളെ കുറിച്ച് മറ്റു വല്ല ആരോപണങ്ങളും പറഞ്ഞാൽ ഈ ശിക്ഷ കിട്ടുമോ? ഒരാളെ സംബന്ധിച്ച് അയാളെ വ്യഭിചാരി എന്ന് വിളിക്കല്ല, ഒരാളെ കള്ളനാണ്, മോഷ്ടാവാണ് ഇവൻ. ഒരാളെ കുറിച്ച് പറയാണ് ഇവൻ കളവ് നടത്തിയിട്ടുണ്ട്, കള്ളനാണ് എന്നൊരാളെ കുറിച്ച് ഒരാൾക്ക് പറയാന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ കള്ളുകൂടിയാനാ, മദ്യപാനിയാണ് എന്നൊരാളെ കുറിച്ച് ആരോപണം പറയുകയാണ്. അതല്ല, അയാൾ പലിശക്കാരനാണ്, അയാൾക്ക് അതാ പണി, വട്ടിപ്പലിശക്ക് കൊടുത്തത് തിന്നലാ പണി എന്നൊരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുകയാണ്. അതല്ലെങ്കിൽ കാഫിറാണ്, സത്യനിഷേധിയാണ് എന്നൊക്കെ ഏതെങ്കിലും നിലക്കുള്ള ഈ വ്യഭിചാരാരോപണമല്ലാത്ത ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും ഈ ഹദ് വരില്ല. ഏത് ഹദ്? 80 അടി കൊടുക്കണം എന്ന് പറയുന്ന ഹദ് അവർക്കൊന്നും ബാധകമല്ല. അപ്പൊ നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ട എന്ത്, അപ്പൊ പിന്നെ അതൊന്നും ഒരു വിഷയമല്ല. ഒരാളെ മദ്യപാനിനോ മറ്റെന്തെങ്കിലുമൊക്കെ വിളിക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് അള്ളാഹുവിന്റെ കോടതിയിൽ അതികഠിനമായ ഗുരുതരമായ പാതകമാണ്, കഠിനമായ ശിക്ഷ അതിനുണ്ടാകും, അതിൽ യാതൊരു സംശയവുമില്ല. ഒരാളെ കുറിച്ചില്ലാത്തത് പറയൽ അങ്ങേയറ്റത്തെ തെറ്റാണത്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ 80 അടി കൊടുക്കേണ്ട ശിക്ഷയുടെ പാതകത്തിൽ അവരൊന്നും പെടുകയില്ല. എന്നാ പിന്നെ ഇതിനൊന്നും ശിക്ഷയല്ലേ? ഇസ്ലാമിൽ നിർണയിക്കപ്പെട്ട ശിക്ഷയില്ല. പറഞ്ഞത് നമ്മൾ മറന്നു പോകരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടുന്നൊരു വിഷയമാണ്. ഇസ്ലാമിൽ ചില കുറ്റങ്ങൾക്ക് അല്ലാഹു തആല കൃത്യമായ ഭൗതിക ശിക്ഷ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇപ്പൊ 100 അടി അടിക്കണം എന്ന് പറഞ്ഞാൽ അത് 99 അടിയായാൽ പറ്റൂല, 90 ആകാൻ പറ്റൂല, 101 അങ്ങോട്ടും പറ്റൂല. നിർണയിക്കപ്പെട്ട ശിക്ഷകളുണ്ട് ചില കുറ്റങ്ങൾക്ക്. അങ്ങനെ നിർണയിക്കപ്പെട്ടത് ഈ ആരോപണത്തിന് 80 അടി, അതുപോലെ തന്നെ വിചാരത്തിന് 100 അടി, ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള ശിക്ഷകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കൊന്നവനെ കൊല്ലുക, പിന്നെ അതുപോലെ തന്നെ വിവാഹിതനാണ് വ്യഭിചാരി എങ്കിൽ എറിഞ്ഞു കൊല്ലുക പോലെയുള്ളതൊക്കെ, അവക്കൊക്കെ പറയുന്ന പേരാണ് ഹദ്. ഹദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ചില കുറ്റങ്ങൾക്ക് പ്രത്യേകമായി ഇസ്ലാമിക ശരീഅത്തിൽ നിർണയിച്ചു വെച്ചിട്ടുള്ള, നിശ്ചയിച്ചു വെച്ചിട്ടുള്ള, മാറ്റം വരുത്താൻ പാടില്ലാത്ത ശിക്ഷകൾ, അതിനാണ് ഹദ് എന്ന് പറയുന്നത്. അതിന്റെ ബഹുവചനമാണ് ഹുദൂദ്. അതുകൊണ്ടാണ് പ്രയോഗം തന്നെയുണ്ട്, ഹദ്ദടിക്കുക, ഹദ്ദടിക്കുക എന്നൊക്കെ. ഇനി അന്ന് പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മ പുതുക്കുക, ഈ ഹദ്ദല്ലാത്ത മറ്റു പല കുറ്റങ്ങൾക്കും ഇസ്ലാമിൽ ശിക്ഷയുണ്ടല്ലോ, എന്നാൽ അത് നിർണയിക്കപ്പെട്ടിട്ടില്ല. അത് നിർണയിക്കുവാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു അതാത് ഗവൺമെന്റുകൾക്ക്, ഇസ്ലാമിക ഗവൺമെന്റിലെ ഖാദിമാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഈ രൂപത്തിൽ ഒരാളെ മദ്യപാനിന്ന് വിളിച്ചു, ഒരാളെ പിന്നെ പലിശക്കാരാന്ന് വിളിച്ചു, അതല്ലെങ്കിൽ അയാളെ കള്ളാന്ന് വിളിച്ചു, ഒരാരോപണമല്ലേ ഒരാളുടെ പേരിൽ. അയാളറിഞ്ഞ് ശരിക്കും ഞാൻ കണ്ടിട്ടില്ല, അയാളുടെ പേരിൽ ആരോപണം പറഞ്ഞില്ലേ? 80 അടി ശിക്ഷയില്ലെങ്കിൽ പിന്നെ അയാൾക്ക് എന്താണ് ശിക്ഷ? അത് ഒരു കോടതിയിലെ ഖാദിയാണ് തീരുമാനിക്കേണ്ടത്. സന്ദർഭോചിതം, സാഹചര്യത്തിന്റെ തെളിവനുസരിച്ച്, ആ മനുഷ്യന് വന്ന മാനഹാനി അനുസരിച്ച്, അതുപോലെ തന്നെയുള്ള സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാദിയുടെയും പ്രതിയുടെയും വാദങ്ങൾ കേട്ടതിന്റെ ശേഷം ഇസ്ലാമിക് ഗവൺമെന്റിന്റെ, ഇസ്ലാമിക കോടതിയിലെ ഖാദിക്ക് വിധിക്കാം എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന്. അവയ്ക്ക് അറബിയിൽ പറയുന്ന സാങ്കേതിക പ്രയോഗം തഅ്സീർ എന്നാണ്. തഅ്സീർ. അപ്പൊ ഹദ്ദും തഅ്സീറും തമ്മിലെ വ്യത്യാസം നമുക്ക് മനസ്സിലായി. ഇതേപോലെയാണ് ഇവിടെ. വ്യഭിചാരാരോപണമല്ലാത്ത മറ്റാരോപണങ്ങളൊക്കെ ഉന്നയിക്കാമെന്ന് ആരും മനസ്സിലാക്കരുത്. ഒരാളെക്കുറിച്ചും മറ്റുള്ള ആരോപണങ്ങളും കളവുകളൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അതയാൾ കേസ് കൊടുത്ത് അത് കോടതിയിലെത്തിയിട്ട് ആ വിഷയത്തിലുള്ള തെളിവുകൾ ഈ പ്രതിക്കയുടെ പേരിൽ, അത് വാദിച്ച ആരാണോ അയാളുടെ പേരിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ആ കോടതി എന്താണോ കൊടുക്കേണ്ട ശിക്ഷയെങ്കിൽ അത് അവർ തീരുമാനിച്ചു കൊടുക്കും. ആ ശിക്ഷ ഇതിനുണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വശമാണ്.